അച്ചുമാമ. ഞാൻ അച്യുതാനന്ദൻ എന്ന് പോലും പറയാൻ എനിക്ക് ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം വലിയ പ്രയാസമാണ്. അച്ചുമാമ എന്ന് വിളിക്കാൻ എനിക്ക് നല്ല യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് ഞാനും ജനിക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ കർഷകനായിരുന്ന എൻ്റെ മുത്തശ്ശൻ അമ്മ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ജുബ തയ്ച്ചിരുന്നത് അച്ചുമാമയുടെ അച്ഛനാണ്. അന്ന് ഒരു വെള്ളി അരഞ്ഞാനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തിട്ട്, അങ്ങനെ നിന്നോട് പറഞ്ഞവനെ ഇതെടുത്ത് വേണം പെരുമാറാനെന്ന് പറഞ്ഞ് ഒരു കഥയൊക്കെ അപ്പൂപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ പൂർണ്ണശുദ്ധം എന്ന് പറയാവുന്ന അംശങ്ങളുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു പ്രവർത്തന ബന്ധം എന്നല്ലാതെ അങ്ങനെ തോന്നുന്നില്ല. ഇതെല്ലാവർക്കുമുള്ള പ്രശ്നമായിരിക്കും. പക്ഷെ ഒരു ഉത്തരവാദിത്വത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഭരണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ലഭ്യതകൾ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള വീഴ്ചകൾ തന്നെയാണ്. അത് വലിയ വീഴ്ചകളാണ്. അത് ജനതയുടെ അതൃപ്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യാനല്ല, നടപടി സ്വീകരിക്കാനുള്ള അവരുടെ ഈ മണ്ണിന്മേലുള്ള അവകാശത്തിന് ശുദ്ധത വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് 5 വർഷം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലിയ ഒരംശം വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 5 തവണയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഈ ചൂണ്ടുവിരൽ അമർത്തി, ഞാൻ പ്രചോദിപ്പിച്ച് അല്ലെങ്കിൽ സ്വാധീനിച്ച് ചൂണ്ടുവിരൽ അമർത്തിച്ച് എത്രമാത്രം പാതകം ചെയ്തിരുന്നു എന്ന് പറയുന്ന കണക്കെടുപ്പ് കുറ്റബോധത്തോടെ ഓരോ സമ്മതിദായകനും ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. എങ്കിലേ നമുക്കൊരു തിരുത്തലുണ്ടാവും. തെറ്റ് ആവാം, തെറ്റ് മനുഷ്യ സഹജമാണ്. പാപമാണ് ശിക്ഷ അർഹിക്കുന്നത്. കൊലപാതകം, പിടിച്ചുപറി, വല്ലവൻ്റെതും മോഷ്ടിച്ചുകൊണ്ട് പോകുക, ഇതൊക്കെ പാപത്തിൽപ്പെടും. അതൊക്കെ ആരാ ചെയ്തതെന്ന് അന്വേഷിച്ചാൽ മതി. പക്ഷേ തെറ്റുകൾ ചെയ്തത് ജനതയോടാണെങ്കിൽ അവരുടെ ഈ ഒരു ചൂണ്ടുവിരൽ, ഹൃദയവിരൽ നിശ്ചയത്തെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനയുടെ കണക്കെടുപ്പിനി അവർ നടത്തിയിട്ട് കാര്യമില്ല, അവർ നന്നാവില്ല. പക്ഷേ നിങ്ങൾക്കിനി ആ തെറ്റാവർത്തിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഹൃദയവിരൽ നിങ്ങൾ അമർത്തില്ല എന്ന് പറയുന്ന ആദ്യത്തെ നിശ്ചയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെ ആരൊക്കെ ഒഴിവാക്കപ്പെടണം? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ത്രീ സംഗമത്തിൽ വന്നിരുന്നല്ല ഞാൻ സംസാരിക്കുന്നത്. സംവിധാനം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പറ്റങ്ങൾ, അങ്ങനെ പറയാനൊക്കെ. ജനാധിപത്യത്തിലെ ഏറ്റവും ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ശ്രീ ശശി തരൂരിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെമ്പിൾ ഓഫ് ഡെമോക്രസി. ഒരു വിശ്വപൗരൻ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു MP-യിൽ നിന്ന് മാറി, ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്ന് മാറി, ഒരു മനുഷ്യൻ, ഒരു സമ്മതിദായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഹൃദയം തുറന്ന് ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ ഒരു മലയാള വിവർത്തനം പ്രിൻ്റ് ഔട്ട് എടുത്ത് തൃപ്പൂണിത്തറയിൽ പ്രത്യേകിച്ച് കൊടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യകർത്താക്കളോട് ആവശ്യപ്പെടും, അപേക്ഷിക്കുകയല്ല. എത്തണം, ഇത്തരം ചിന്താഗതികൾ എത്തണം. തൃപ്പൂണിത്തറയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കറിയണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നിന്ന് യാത്രാ സംവിധാനത്തിന് ഒരു ഏക ഓൺട്രപ്രണർ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് തമ്പുരാനാണ് വന്നത്. മോഡേണൈസേഷൻ ഓഫ് ലിവിങ് സിസ്റ്റംസ്, മോഡേണൈസേഷൻ. അന്നത് റെയിൽവേ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ലോജിസ്റ്റിക് തിങ്കിങ് ആണ്. മോസ്റ്റ് മോഡേൺ റെയിൽ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കൂ? തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വരെ മെട്രോ സംഭവിക്കുമോ? ഒരു ഊളക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചവന്മാരാണ് ഇപ്പോൾ ചോദിക്കുന്നത് എവിടെ മെട്രോ എന്ന്. എന്തൊരു വിരോധാഭാസമാണ്. സ്വപ്നം തന്നെയാണ് കാണുന്നത്. കാരണം എനിക്കറിയാം, അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു മഹാനായ മുഖ്യമന്ത്രി, ഒരു സംഘ കാര്യകർത്താവ് എന്ന നിലയ്ക്ക് 12ാം വയസ്സ് മുതൽ ഭാരതത്തിൻ്റെ ഹൃദയ ധമനികൾ മുഴുവൻ മനസ്സിലാക്കി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി 12 ചില്ലുവാനും വർഷങ്ങളും, അത് കഴിഞ്ഞ് ഭാരതം ഭരിക്കാനായി 2014 മെയ് മാസത്തിൽ ഇന്ന് ഭാരത് കി യശസ്വി പ്രധാനമന്ത്രി എന്ന് ലോകം പറയുന്നുണ്ടെങ്കിൽ
ചായക്കടക്കാരനെ വിളിച്ച് അവഹേളിക്കും എന്ന് പറയുന്ന ഈ ഹൈടെക്കുകൾക്ക് പോലും ഇന്ന് തിരുവനന്തപുരത്തായാലും ഏത് പട്ടണത്തിൽ ചെന്നാലും 5 സ്റ്റാറിൽ കയറി ചായ കുടിക്കുന്നത് നിങ്ങൾ കാണില്ല. റോഡിൻ്റെ സൈഡിൽ ബൈക്കും കാറും കൊണ്ട് വന്നിട്ട് ഇറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്ത് ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവർക്ക് ആ ചായ നൽകിയ ഒരു പാരമ്പര്യത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അംശം കൂടി അതിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കനവ് കാണുന്ന, സ്വപ്നം കണ്ടിരുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ആ സ്വപ്നങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ന് തമ്പുരാൻ അന്ന് ചെയ്തതുപോലെ ഒരു വലിയ ലോജിസ്റ്റിക് റെവല്യൂഷൻ ഇൻ ദ നെയിം ഓഫ് ബുള്ളറ്റ് ട്രെയിൻ 2028-29 വർഷം ഉറപ്പായിട്ടും ഗുജറാത്തിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ദൈർഘ്യമെന്ന് പറയുന്നത് 2.5 മണിക്കൂറിലേക്ക് ചുരുക്കിക്കൊണ്ട് നടപ്പിലാവും. ഈ കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റിയും ഇതൊക്കെ 2019 തന്നെ മനസ്സിലാക്കി ഇതെങ്ങനെ മോസ്റ്റ് ഫീസിബിൾ ആവും. ഇന്ന് ലാഭത്തിലാണോ എന്ന് പറയട്ടെ, ബെഹ്റാജി പറയട്ടെ, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ. എന്തിനാണ് മെട്രോ ചിന്തിച്ചത്? ഇൻഡിവിജ്വൽ ഫ്യൂവൽ ബേണിംഗ് ഒഴിവാക്കാൻ, സ്മോക്ക് എമിഷൻ ഒഴിവാക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ. അതും അതിനകത്ത് ഒരു വലിയ ഉദ്ദേശമാണ്. ക്രൗഡിങ് ഓഫ് റോഡ്സ്. ഇതെന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും പാലക്കാട് നിന്ന് കാറ് കൊണ്ടുവന്ന് ആലുവയിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക്? ഒരാൾ പോലും വരില്ല. ഇത് മോസ്റ്റ് ഫീസിബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന. അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം? കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണെന്ന്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാൻ നോക്കൂ. വെരി സോറി. ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടുവൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തു. ഡൽഹി മെട്രോ ശ്രീധരൻ സാറിൻ്റെ ഒരു ആരുടെയൊക്കെയോ സ്വപ്നം സാക്ഷാത്കരിച്ച മഹാനാണ് ശ്രീധരൻ സാറെങ്കിൽ ആ കൊച്ചി മെട്രോ പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഡൽഹി മെട്രോ 3 സംസ്ഥാനങ്ങളിലൂടെ. യുപിയിലെ നോയിഡ, പിന്നെ ഹരിയാന എന്ന് പറയുന്ന സെപ്പറേറ്റ് സംസ്ഥാനം തന്നെ എന്ന് വെച്ചോളൂ. അതിൽ ആദ്യത്തെ 2 സെക്ടറിലേക്ക് ചെല്ലുന്നതും പിന്നീട് അത് RRTS ആയി മാറിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സെക്ടറിലേക്ക് ചെല്ലുന്നത് 182 സെക്ടറോ മറ്റോ ആണത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ളതും അവിടെയാണ്. അപ്പോൾ ഇതൊക്കെ സാധ്യമാണ്. അതിൻ്റെ പഠനം നടത്തി ഇപ്പോൾ അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും, അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും, ചാലക്കുടി വരെ എങ്കിലും വരണം. അതിന് വേറെ ആ പ്രാദേശികമായിട്ട് ഇതിനെവിടെയൊക്കെ സ്റ്റേഷൻ ഉണ്ടാവുന്നോ അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ കാർ പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കുന്നത് അവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിരിക്കും. റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനും കൂടി നമ്മളൊരു വലിയ പന്ഥാവാണ് തുറന്നിട്ട് കൊടുക്കുന്നത്. വികസനം അതാണ്. അല്ലാതെ വികസനത്തിൻ്റെ പേരിൽ വരുന്ന കോൺക്രീറ്റ് മാത്രമല്ല, അതിനുള്ളിലെ കമ്പിയും സിമെൻറ്റും പാറക്കഷ്ണങ്ങളുമല്ല വികസനം. അതൊരു ടെൻറ്റക്കിൾ മാത്രമായിരിക്കും, ഒരു എക്സ്റ്റൻഷൻ ഓഫ് എ സർവീസ് മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ അനുചരങ്ങളായി വരുന്ന, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന, സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് ചായ കച്ചവടവും വരും വിപുലമായി. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല. ഇനി ഇത് വന്നെന്ന് വെച്ചോ, അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്നറിയാം? അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുള്ളിയുടെ സംഭാവനയല്ല. ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ 50 വർഷം വഞ്ചിച്ചു കൊണ്ടിരുന്നത്. നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട്, വഞ്ചനയ്ക്ക് പകരം ഞാനിവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. പക്ഷേ സ്ത്രീ കേന്ദ്രമാണിത്. ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പം ഞാൻ കാതിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം, അത് തന്നെയാണ്.